താങ്ക് യു. നമുക്ക് വേണ്ടി പൈലപ്പേട്ടൻ രണ്ടുമൊക്കെ സംസാരിക്കുന്നതായിരിക്കും. ചെയർമാൻ തോമസ് ഏട്ടൻ ജോലി, ഈ കുടുംബാംഗങ്ങളെ, ചാലക്കുടിക്ക് ഒരു തിരുവപ്പൂരിലേക്ക് തന്നെയാണ് ഈ ബിൽഡിംഗ്. നമുക്കറിയാം ഏറ്റവും ആധുനിക രീതിയിലുള്ള ഒരു ബിൽഡിംഗാണ്. അതിൽ ആദ്യത്തെ സംരംഭം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കുടുംബം, ഞാൻ ഓടി കളിച്ച് നടന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് അറിയില്ല. എൻ്റെ അമ്മ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ആയിരുന്നു. അപ്പോൾ ഇവരുടെ അപ്പനൊക്കെ അറിയാം. അന്നോട്ട് ഇവരൊക്കെ ആയിട്ടുള്ള ഇവരെന്ന് പറഞ്ഞാൽ പുതിയ ആൾക്കാരല്ല കേട്ടോ, പഴയ ഒരു അപ്പച്ചനൊക്കെ ആയിട്ടുള്ള അടുപ്പാണ്. എന്തായാലും അവിടുന്ന് 4 മുത്തുക്കൾ വന്ന് ഇങ്ങനൊരു വലിയ സംരംഭം തുടങ്ങുന്നു. ചാലക്കുടിക്ക് ഒരു വലിയ അനുഭവമായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാ നമ്മളും നിർത്തുന്നു. നന്ദി. താങ്ക് യു പൈലപ്പെട്ട. അടുത്തതായിട്ട് വ്യാപാരി വ്യവസായി പ്രസിഡന്റായ നമ്മുടെ ജോയ് ചേട്ടൻ കൈമാറിയാണ്. ചാലക്കുടി നഗരസഭ ചെയർമാൻ അവരുടെ ഈ കെട്ടിടത്തിന്റെ ഉടമസ്ഥൻ നമ്മുടെ തോമസ് ഏട്ടൻ, പൈലപ്പേട്ടൻ, ഒപ്പം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഈ തിരുവോണത്തിന്റെ നാളെ അടുത്ത് വരികയാണ്. ഈ സമയത്താണ് 4 സിസ്റ്റേഴ്സ് പുതിയതായ ഒരു സംരംഭം ആരംഭിക്കുന്നു എന്ന് കേട്ടപ്പോൾ നല്ല സന്തോഷം തോന്നി. അതിനേക്കാളുപരി തോമസ് ഏട്ടൻ ആ നന്മ നിറഞ്ഞ ആ മുഖത്തിൽ ആ കെട്ടിടത്തില് ഒരു സ്ഥാപനം ആരംഭിക്കുക എന്ന് പറയുമ്പോ അത് 4 സഹോദരിമാര്. ഞാനിവിടെ പേര് വന്നപ്പോ കണ്ട കാര്യം, ഒരുപാട് സാധാരണക്കാരൊക്കെ ഈ സ്ഥാപനത്തിന് ഉദ്ഘാടനത്തിൽ എത്തിച്ചേർന്നു എന്നുള്ളതാണ്. അപ്പൊ അത് ഒരു കൂട്ടായ്മയുടെ നല്ലൊരു ഫലമായിട്ട് തന്നെ കാണണം. ഞങ്ങൾക്ക് 4 വനിതകൾക്ക് ഞങ്ങൾക്ക് 4 വനിതകളും കൂടി കിട്ടിയിരിക്കുക. ഞങ്ങൾക്ക് വനിതാ വിംഗ് ഉണ്ട്. ആ 4 വനിതാ വിംഗിനെയും ചാലക്കുടി മർച്ചന്റിന്റെ വനിതാ വിംഗിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ സംരംഭത്തിലെ വ്യാപാര സംഘത്തിന്റെ എല്ലാവിധ പിന്തുണയും ആശംസകളും നന്ദി. നമസ്കാരം. ഇതുപോലും പ്രതീക്ഷിക്കാതെ 4 ആൾക്കാരാണ് ഞങ്ങൾ. കാരണം ഞങ്ങൾ എല്ലാവർക്കും ഓരോ പ്രൊഫഷണൽ ആളായിട്ട് മുമ്പോട്ട് പോകായിരുന്നു. അപ്പൊ സത്യം പറയുന്നത് ഏറ്റവും അത്ഭുതമായിട്ട് തോന്നിയത്, ഞാൻ ഇത്രയും വലിയൊരു ബിസിനസ് തുടങ്ങാന്ന് പറഞ്ഞപ്പോ റിസ്ക് എടുത്ത എന്റെ സഹോദരിമാരാണ്. അവർക്കാണ് ഞാൻ നന്ദി പറയേണ്ടത്. കാരണം അത് പറഞ്ഞില്ലെങ്കിൽ വേറെ ആർക്കും നന്ദി പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും ഒരു നോയനോ ഒരു ക്വസ്റ്റ്യനോ പോലും പറയാതെ റെഡി എന്ന് പറഞ്ഞ 3 പേർക്കും എനിക്ക് ഒരുപാട് നന്ദി പറയാണ്. അതുപോലെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും, മുനിസിപ്പൽ ചെയർമാനും കൗൺസിലേഴ്സിനും ഇത്രയും നേരം ക്ഷമയോടെ ഇവിടെ വെയിറ്റ് ചെയ്ത, 10 പറഞ്ഞിട്ടും ലേറ്റ് ആയിട്ടും ക്ഷമയോടെ വെയിറ്റ് ചെയ്ത എല്ലാവർക്കും നന്ദി. അതുപോലെ ഞാൻ ഈ അവസരത്തില് ഇന്ന് നന്ദി പറയാൻ നേരിട്ട് നന്ദി പറയലുണ്ടാവില്ല, പക്ഷെ ഞാൻ എന്റെ ചോദിച്ചതിന് നന്ദി പറയാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ എന്ത് പറഞ്ഞാലും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭർത്താവാണ് എന്റെ കൂടെ ഉള്ളത്. അപ്പൊ ഞാൻ ഇന്നിങ്ങനെ പറഞ്ഞപ്പോ ഒരുപാട് ഭക്ഷണം കഴിക്കാണ്ടും ഉറങ്ങാണ്ടും ഒക്കെ ഇതിന് പിന്നാലെ ഓടി നടന്ന എന്റെ ഭർത്താവിനെ ചോദിച്ചായിരുന്നു. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോന്ന് എനിക്ക് അറിയില്ല. നന്ദി അറിയിക്കുകയാണ്. കാരണം എനിക്കറിയില്ല ഞാൻ എത്രത്തോളം അവരോട് കടപ്പെട്ടിട്ടുണ്ട്. ഭക്ഷണം ഇല്ല, ഉറക്കില്ല, ഒക്കെ ഇല്ലാണ്ട് ഇതിന് പിന്നാലെ ഒന്നും ഞാൻ അറിയേണ്ട വന്നിട്ടില്ല. അപ്പൊ ഒരുപാട് നന്ദി പറയാണ്. അതുപോലെ ജോസിനും ലിയയുടെ ഫാമിലിക്കും എല്ലാവർക്കും, പ്രത്യേകിച്ച് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും നന്ദി പറയാണ് കേട്ടോ. പിന്നെ പറയുമ്പോ ഒന്നുകൂടെ പറയണം ജോഷിയാന്റെ ഫാമിലി. കാരണം ഞാനിങ്ങനെ ഇറങ്ങി പോകുമ്പോ എന്റെ മോളെ ഒരു കുറവും വരുത്താണ്ട് എന്റെ മക്കളുടെ കാര്യങ്ങളൊക്കെ നടത്തി ജോഷിയാന്റെ ഫാമിലി, ജോഷിയായിട്ടും ആൻസേജിക്കും ഒന്നും നന്ദി പറഞ്ഞാൽ തീരില്ല. മേഴ്സേജി, അങ്ങനെ എടുത്തു പറയുകയാണെങ്കിൽ ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവർക്കും നന്ദി നന്ദി നന്ദി. ഇനി എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം.